അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 46-ാമത്തെ ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഹിജറയെ സംബന്ധിച്ചാണ്. ഹിജറ കഴിഞ്ഞ് റസൂലുള്ള മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. ആദ്യം റസൂലുള്ള ഖുബയിലേക്ക് എത്തുന്നു. ഖുബയിൽ ഒരു അല്പ ദിവസം താമസിക്കുന്നു. ആ സന്ദർഭത്തിലുള്ള അനുഭവങ്ങളെല്ലാം കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചു. പിന്നീട് ഒരു വെള്ളിയാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബയിൽ നിന്നും മദീനയിലേക്ക് പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ചുകൊണ്ട് ജുമഅ നമസ്കരിച്ചു. ആ ജുമഅ നമസ്കാരാനന്തരം റസൂലുള്ള മദീനയിലേക്ക് പ്രവേശിക്കാനിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റസൂലുള്ളാഹിന്റെ ആഗമന ആ ഒരു വാർത്ത തലേന്ന് തന്നെ അവർക്ക് കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മദീന പുണ്യനഗരം റസൂലുള്ളാഹിനെ വരവേൽക്കാൻ വേണ്ടി അവർ ഒരുങ്ങി നിൽക്കുകയാണ്. ഉദ്ധരണികൾ കാണാൻ സാധിക്കും. 500ഓളം അൻസാരി സ്വഹാബികൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംഘത്തെയും സ്വീകരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക രൂപത്തിൽ വസ്ത്രമെല്ലാം ധരിച്ച് വാളുകളെല്ലാം എടുത്ത് അവർ ആ വഴിയിലുടനീളം അവർ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അതുമാത്രമല്ല, ആ മദീന നഗരത്തിലുള്ള ജനങ്ങൾ മുഴുവൻ ആ പട്ടണത്തിന്റെ വ്യത്യസ്ത ഭാഗത്തായിട്ട്, സ്ത്രീകൾ പോലും വീടിന്റെ മട്ടുപ്പാവിലും ജനലുകളിലും വാതിലുകളിലായിട്ട് അവർ ജീവന് തുല്യം സ്നേഹിക്കുന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണു നിറയെ കാണാൻ വേണ്ടി അവർ ആ പട്ടണത്തിന്റെ വ്യത്യസ്ത ഭാഗത്തായിട്ട് അവർ തടിച്ചുകൂടി എന്നുള്ളതാണ്. ആ സംഘം അങ്ങോട്ട് പ്രവേശിച്ച ഉടനെ തന്നെ ആ സംഘത്തെ നോക്കി സ്ത്രീകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, അയ്യുഹും ഹുവ, അതിലേതാണ് റസൂൽ എന്ന് അവർ ചോദിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വഹീഹ് ബുഖാരിയുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, അൻസാരി കുട്ടികൾ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ പട്ടണത്തിന്റെ വ്യത്യസ്ത ഭാഗത്ത് അവർ ഓടി നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, മദീനയുടെ ചരിത്രത്തിലെ അനർഘ നിമിഷങ്ങൾ. അത്തരത്തിലൊരു ദിനം മദീനയുടെ ചരിത്രത്തിൽ മുമ്പോ ശേഷമോ ഉണ്ടായിട്ടില്ല. സ്വഹാബികൾ തന്നെ ഉദ്ധരിക്കാണ്. ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരി തന്നെ കടന്നു വരുന്ന ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ ആഗമനത്തിൽ സന്തോഷിച്ച അത്ര സന്തോഷം മദീന നിവാസികളുടെ ജീവിതത്തിൽ പിന്നീട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ നഗരം മുഴുവൻ ഒന്നടങ്കം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പെരുന്നാൾ പോലെ അവർ വരവേറ്റു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ആ സന്ദർഭത്തിൽ ചെറിയ കുട്ടിയാണ്. 10 വയസ്സിന് താഴെ മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രായം. അദ്ദേഹത്തിന്റെ ആ ബാല്യകാലത്തിലുണ്ടായ ആ ദിവസത്തിന്റെ സ്മരണകൾ അദ്ദേഹം പിൻകാലഘട്ടത്തിൽ നമ്മളിലേക്ക് പങ്കുവെക്കുന്നുണ്ട്. സുനൻ തുർമുദിയിലും അതേപോലെ തന്നെ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന സ്വഹീഹായിട്ടുള്ള ഹദീസിൽ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മാ കാനൽ യൗമുൽ ലദീ ദഖല ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന, റസൂലുള്ളാഹി മദീനയിലേക്ക് പ്രവേശിച്ച സന്ദർഭത്തിൽ അളാഅ മിൻഹാ കുല്ലു ഷൈ, അവിടെയുള്ളതായ നഗരം മുഴുവൻ കത്തിജ്വലിച്ചു എന്നുള്ളതാണ്. അതായത് ആ ദിനത്തെ പോലെ പ്രശോഭിതമായിട്ടുള്ള, പ്രകാശപൂരിതമായിട്ടുള്ള, സുന്ദരമായിട്ടുള്ള മറ്റൊരു ദിനം മദീനയുടെ ചരിത്രത്തിൽ പിന്നീട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ആ നഗരം മുഴുവൻ കത്തിജ്വലിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പോലെ സിറാജൻ മുനീറ, അക്ഷരാർത്ഥത്തിൽ ആ നഗരം മുഴുവൻ പ്രശോഭിതമായി എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ഒരു മറുവശം കൂടെ ഹദീസിൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മദീനൻ കാലഘട്ടത്തിന്റെ അവസാനം. അദ്ദേഹം പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ദിനം, അതുപോലെ മദീനയിൽ ഇരുട്ട് മൂടിയിട്ടുള്ള മറ്റൊരു ദിനം മദീനയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും, റസൂലുള്ളാഹി അങ്ങോട്ട് പ്രവേശിച്ച സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന അൻസാരി കുട്ടികൾ ഒന്നടങ്കം അവർ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള വരികൾ, ത്വല അൽ ബദ്റു അലൈന മിൻ സനിയാത്തിൽ വദാ, അതായത് വദാ താഴ്വരയിൽ നിന്നും ഇതാ 14-ാം രാവിലെ ആ പൂർണ്ണചന്ദ്രൻ ഞങ്ങളിലേക്ക് ഇതാ ഉദിച്ചു വരുന്നു. അവർ പറയാൻ, വജബ ശുക്രു അലൈന മാ ദഅ ലില്ലാഹി ദാ, അതായത് ഭൂമിയിൽ അവശേഷിക്കുന്ന കാലം അത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. അയ്യുഹൽ മബ്ഊസു ഫീന, ഞങ്ങളിലേക്ക് അയക്കപ്പെട്ടവനെ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പറയാണ്, ജിഅത ബിൽ അംറിൽ മുത്വഅ, അതായത് അനുസരിക്കാൻ നിർബന്ധമായിട്ടുള്ള കൽപ്പനകളായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ഞങ്ങളിലേക്ക് അയക്കപ്പെട്ടു. ഇതേ രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള വരികൾ അവർ പാടിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്വീകരിച്ചു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം സൈഡായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ഒരു പാട്ട് നമ്മൾ പല സന്ദർഭത്തിൽ പല നശീദുകളിലെല്ലാം ഈ ഒരു വരികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജറ ചെയ്ത് മദീനയിലേക്ക് പ്രവേശിച്ച ദിനത്തിലാണ് അവർ പാടിയതെന്ന് ആണ് ഭൂരിപക്ഷം സീറ പണ്ഡിതന്മാരും പറയുന്നത്. അതേ സന്ദർഭത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള ചില ആളുകൾ ആ സനിയാത്തുൽ വദാ എന്നുള്ള താഴ്വര അത് മക്ക മദീന റൂട്ടിലല്ല, മറിച്ച് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അതായത് മദീനയിൽ നിന്നും സിറിയയിലേക്കുള്ള വഴിയിലാണ് സനിയാത്തുൽ വദാ. അതുകൊണ്ട് തന്നെ
തബൂക്ക് യുദ്ധം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മടങ്ങി വരുന്ന വേളയിലാണ് ഈ ഒരു വരികൾ അവർ പാടിയതെന്ന് ഇബ്നു ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ മനസ്സിലാക്കിയിരിക്കുക, ഭൂരിപക്ഷം സീറ പണ്ഡിതന്മാരും അത് ഹിജറയുടെ സന്ദർഭത്തിൽ തന്നെയാണ് അവർ പാടിയത്. അതേ സന്ദർഭത്തിൽ തബൂക്ക് യുദ്ധ വേളയിലും അതേ പാട്ട് അവർ ആവർത്തിച്ചിരിക്കാമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. അല്ലാഹു അലം. ചെറിയ വിഷയമാണ് സൂചിപ്പിച്ചെന്ന് മാത്രം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീന നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആളുകൾ മുഴുവൻ, പട്ടണത്തിലുള്ള ആളുകൾ മുഴുവൻ തിങ്ങിക്കൂടി നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ നിന്നും ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി ആ മദീന നഗരം മുഴുവൻ കാതോർത്ത് നിൽക്കുകയാണ്. എന്തായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അവരോട് പറഞ്ഞ കാര്യങ്ങൾ? അതെന്തായിരുന്നെന്ന് മറ്റൊരു സ്വഹാബിയുടെ ഉദ്ധരണിയിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ ഉദ്ധരണിയിലേക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ വരും. ആ ഉദ്ധരണി മാത്രം പറയാതെ അത് നൽകുന്ന ആ വ്യക്തിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. പറയാനുള്ള കാരണം, അത് നമ്മൾ കേൾക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ ആഗമനത്തെ അവിടെ ഉണ്ടായിരുന്ന മറുപക്ഷം ജൂതന്മാരായിട്ടുള്ള ആളുകൾ ഏത് രൂപത്തിലാണ് നോക്കിക്കണ്ടത്, അതേപോലെ തന്നെ അവർ ഭാവിയിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാടിന്റെ എല്ലാം ഒരു ചെറിയ ചിത്രം അതിലൂടെ ലഭിക്കുമെന്നുള്ള. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കാൻ. അപ്പോൾ മദീനയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ജൂത പണ്ഡിതനായിരുന്നു ഹുസൈൻ ഇബ്നു സലാം. അദ്ദേഹം ബനു ഖൈനുക ഗോത്രത്തിലെ ചീഫ് റാബായാണ്. അതായത് അവരുടെ പ്രധാനപ്പെട്ട പണ്ഡിതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയേക്കാൾ 10-20 വയസ്സിന് മൂത്തതാണ് അദ്ദേഹം. അപ്പോൾ ജൂതന്മാർ അങ്ങേയറ്റം ആദരിക്കുന്ന അവരുടെ പുരോഹിതനാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയപ്പെടുന്നത് തന്നെ, അദ്ദേഹം ഓരോ ദിവസത്തെയും 3 ഭാഗിച്ചിരുന്നു. ദിവസത്തിന്റെ ആദ്യ ഭാഗത്ത്, അതായത് രാവിലെ പ്രഭാത സന്ദർഭത്തിലുടനീളം അദ്ദേഹം പ്രാർത്ഥനയിലും മറ്റും മുഴുകി മറ്റുള്ള ആളുകളെ പഠിപ്പിക്കാൻ വേണ്ടിയെല്ലാം ആ സമയം ഉപയോഗിച്ചു. ദിവസത്തിന്റെ 2ാമത്തെ ഭാഗം അദ്ദേഹത്തിന് ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അദ്ദേഹം കൃഷിയിലും മറ്റും വ്യാപൃതനായിട്ട് അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാറ്റിവെച്ചു. ദിവസത്തിന്റെ 3ാമത്തെ ഭാഗത്തുടനീളം അദ്ദേഹം തൗറാത്ത് പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ള ഈ രൂപത്തിലാണ് ഓരോ ദിവസവും അദ്ദേഹം തള്ളി നീക്കിയത്. ഇപ്പൊ തൗറാത്ത് അദ്ദേഹം ആഴത്തിൽ പഠിക്കുന്നുണ്ട്. തൗറാത്തിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഭാഗം വരാനിരിക്കുന്ന പ്രവാചകനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കടന്നു വരുന്ന അടയാളങ്ങൾ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകിയിരുന്നു. ആ ഭാഗം അദ്ദേഹത്തെ അങ്ങേയറ്റം സ്വാധീനിച്ചിരുന്നു എന്നുള്ള. അപ്പൊ അതുകൊണ്ട് തന്നെ പല സന്ദർഭത്തിലും അത്തരം വചനങ്ങളെ സംബന്ധിച്ചെല്ലാം അദ്ദേഹം ദീർഘനേരം ഇരുന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് മക്കയിൽ ഒരാൾ പ്രവാചകത്വം വാദിച്ചുകൊണ്ട് കടന്നു വന്ന വിവരമെല്ലാം അദ്ദേഹത്തിന് മദീനയിൽ ലഭിക്കുന്നുണ്ട്. അപ്പം അത് അറിഞ്ഞത് മുതൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് വരുന്നുണ്ടെന്ന് കേട്ടത് മുതൽ റസൂലുള്ളാഹിന്റെ ആഗമനത്തെ അദ്ദേഹം അത്യധികം പ്രതീക്ഷയോടുകൂടി അദ്ദേഹം കാത്തു നിൽക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയ ഉടനെ തന്നെ ആ വാർത്ത ആ പട്ടണം മുഴുവൻ പരന്ന സന്ദർഭത്തിൽ അദ്ദേഹം തോട്ടത്തിൽ ജോലിയിലാണ്. കാരണം ദിവസത്തിന്റെ 2ാമത്തെ സന്ദർഭം, അതായത് റസൂലുള്ളാഹി നമുക്കറിയാം റസൂലുള്ളാഹി മദീനയിലേക്ക് വരുന്നത് ആ ജുമുഅ നമസ്കാരാനന്തരം അതായത് ഉച്ച തിരിഞ്ഞ സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹം തോട്ടത്തിൽ ജോലിയിലാണ്. അദ്ദേഹം ഒറ്റയ്ക്കല്ല, കൂടെ സഹോദരി ഖാലിദ ബിൻത്ത് ഹാരിസ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ സഹോദരിയും ആ തോട്ടത്തിലുണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി വന്നു എന്നുള്ള ആ വാർത്ത ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അത് കേട്ട ഉടനെ തന്നെ അദ്ദേഹം സന്തോഷം കാരണം അത്യുച്ചത്തിൽ അല്ലാഹു അക്ബർ എന്ന് തെക്ബീർ വിളിച്ചുകൊണ്ട് അദ്ദേഹം തെക്ബീർ ഉച്ചത്തിൽ വിളിച്ചു എന്നുള്ള. എങ്ങനെയാണ് ജൂതന്മാർ അല്ലാഹു അക്ബർ വിളിക്കുക എന്ന് സംശയിക്കേണ്ടതില്ല. അല്ലാഹു എന്ന് തന്നെയാണ് അവർ വിളിച്ചത്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, ഇന്നും നിലവിലുള്ള ബൈബിളിൽ പോലും അറബി ബൈബിളിൽ യഹോവ എന്നുള്ളതിന് പകരം അവർ അല്ലാഹു എന്നാണ് എഴുതാറുള്ളത്. അറബി ബൈബിൾ പരിശോധിച്ച് നോക്കുക. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആഗമന വാർത്ത കേട്ട ഉടനെ തന്നെ അദ്ദേഹം ഉറക്കെ തെക്ബീർ വിളിച്ച് സന്തോഷിച്ച അത് കണ്ട സന്ദർഭത്തിൽ കൂടെയുള്ള സഹോദരി അമ്പരക്കാണ്. അവർ അത്ഭുതത്തോട് കൂടി ചോദിച്ചു, നീ എന്തിനാണ് ഇത്ര സന്തോഷിക്കുന്നത്? നിങ്ങളുടെ സന്തോഷം കണ്ടാൽ തോന്നും ആ മദീനയിലേക്ക് വന്നിട്ടുള്ളത് മൂസ ബിൻ ഇമ്രാൻ, അതായത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്ന പോലെയാണ് നിങ്ങൾ സന്തോഷിക്കുന്നത്. അതായത് നമുക്കറിയാം ജൂതന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകനാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ സഹോദരി ആ രൂപത്തിൽ പ്രതികരിച്ച ഉടനെ തന്നെ ഹുസൈൻ ഇബ്നു സലാം അദ്ദേഹം സഹോദരിയോട് പറഞ്ഞു, വല്ലാഹി ആ വന്നിട്ടുള്ളത് അത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരൻ തന്നെയാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അയക്കപ്പെട്ട അതേ ആള് തന്നെയാണ്, അതേ മതവുമായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. ആ രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. സഹോദരിക്ക് അത് അവിശ്വസനീയമായിട്ട് തോന്നുകയാണ്. അവർക്കത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. ഏതായിരുന്നാലും ആ വാർത്ത കേട്ട ഉടനെ തന്നെ ഈ ഹുസൈൻ ഇബ്നു സലാം ആ പുരോഹിതൻ അദ്ദേഹം ജോലിയെല്ലാം നിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി അദ്ദേഹം മദീന നഗരത്തിലേക്ക് ഓടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വന്നിട്ടുള്ള ആ സന്ദർഭത്തിലാണ് അദ്ദേഹം തന്നെ ആ രംഗം ഹുസൈൻ ഇബ്നു സലാം അദ്ദേഹം തന്നെ ഉദ്ധരിക്കുകയാണ്. സ്വഹീഹ് ബുഖാരിയിൽ അദ്ദേഹം ആ ഹദീസ് സുദീർഘമായിട്ടുള്ള ഉദ്ധരണി കടന്നു വരുന്നുണ്ട്. ഹുസൈൻ ഇബ്നു സലാം അദ്ദേഹം പറയാണ്, ആളുകളെല്ലാം തിങ്ങിക്കൂടി നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ അങ്ങോട്ട് വന്ന് ആളുകളെയെല്ലാം മാറ്റി ഒന്ന് എത്തി നോക്കി. ആ സന്ദർഭത്തിൽ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പുണ്യമുഖം ഞാൻ ആദ്യമായിട്ട് ദർശിച്ചു. ആ മുഖം കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹം പറയുന്നുണ്ട്, ഫലമ്മ നദർതു ഇലാ വജ്ഹിഹി അറഫ്തു അന്ന വജ്ഹഹു ലൈസ ബിവജ്ഹി കദ്ദാബ്. അദ്ദേഹം പറയാണ്, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പറയാണ്, ഞാൻ ആദ്യമായിട്ട് ആ തിരുമുഖത്തേക്ക് നോക്കി. ആ മുഖത്തേക്ക് നോക്കിയ സന്ദർഭത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി, വല്ലാഹി ഇത് കള്ളം പറയുന്ന ഒരാളുടെ മുഖമല്ല. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹിന്റെ ആ മുഖം കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി എന്നുള്ള. സുബ്ഹാനല്ലാഹ്, അദ്ദേഹം പണ്ഡിതനാണ്, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ആ അത്രയേറെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ആ ഫിറാസ്, ആ ഉൾക്കാഴ്ചയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പല സന്ദർഭത്തിലും പറയാറുണ്ട്, മുഖം എന്നുള്ളത് നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണാടിയാണ്. ഇപ്പം നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികൾ ആ നിഷ്കളങ്കത മുഖത്ത് പ്രതിഫലിക്കാറുണ്ട്. അറബിയിൽ അതിമനോഹരമായിട്ടൊരു ചൊല്ലുണ്ട്, അൽ വജ്ഹു യശ്റബു മിൻ മാ ഇൽ ഖൽബ്. അതായത് ഹൃദയം എന്നുള്ള തടാകത്തിൽ നിന്നാണ് മുഖം വെള്ളം കുടിക്കാറുള്ളത്. അത് മനോഹരമായിട്ടുള്ളൊരു ചൊല്ലുണ്ട്. അതേ രൂപത്തിൽ ഒരാളുടെ യഥാർത്ഥത്തിൽ അയാളുടെ ആ ഒരു ഐഡന്റിറ്റി മുഖത്ത് പ്രതിഫലിക്കും എന്നുള്ള. അപ്പം മുഖം കണ്ട സന്ദർഭത്തിൽ തന്നെ വല്ലാത്തൊരു ഇംപ്രഷനാണ് ഹുസൈൻ ഇബ്നു സലാം എന്നറിയപ്പെടുന്ന ആ ജൂത പണ്ഡിതൻ ഉണ്ടാകുന്നത്. എന്നാൽ അദ്ദേഹം തുടരാണ്, ഞാൻ ആളുകളെല്ലാം ആളുകളുടെ തിരക്കെല്ലാം അതായത് ആളുകളെ രണ്ട് ഭാഗത്തേക്കാക്കി മാറ്റി അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ കാതുകൂർപ്പിച്ച് അവിടെ നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് പ്രവേശിച്ച സന്ദർഭത്തിൽ ആദ്യമായിട്ട് ആ മദീന നിവാസികൾക്ക് റസൂലുള്ളാഹി നൽകിയ ഉപദേശം കേട്ടു നിൽക്കുന്ന ഈ വ്യക്തി ഉദ്ധരിക്കാണ്. സുനൻ തുർമുദിയിൽ കടന്നു വരുന്ന ഹദീസിൽ വായിക്കാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് സംസാരിച്ചത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി ആരംഭിച്ചത്. അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ സലാം വ്യാപിപ്പിക്കുക. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി നൽകിയ ഉപദേശം അത്ഇമുത് തുആം, നിങ്ങൾ വിശന്ന ആളുകളെ നിങ്ങൾ ഊട്ടുക, നിങ്ങൾ ഭക്ഷിപ്പിക്കുക. മൂന്നാമതായിട്ട് വസ്വിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. നാലാമതായിട്ട് വസ്വല്ലു വന്നാസു നിയാം, ജനങ്ങൾ നിദ്രയിലായിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കുക. ഈ 4 ഉപദേശങ്ങൾ റസൂലുള്ളാഹി പറഞ്ഞു. അതിനുശേഷം ഈ 4ഉം നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ തദ്ഖുലുൽ ജന്നത ബിസ്സലാം, സമാധാനത്തിന്റെ ആ ഭവനത്തിൽ, ആ സ്വർഗീയ ഭവനത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. അതായിരുന്നു റസൂലുള്ളാഹിന്റെ ആദ്യത്തെ സംസാരം മദീനയിലുള്ള. സുബ്ഹാനല്ലാഹ്, അപ്പൊ കടൽ പോലെ വിശാലമായിട്ടുള്ള ആശയങ്ങളാണ് 4 വാക്കുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഊതീതു ജവാമിഉൽ കലീം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിശാലമായിട്ടുള്ള ആശയങ്ങൾ സംസാരിച്ചിരുന്നു. ആദ്യമായിട്ട് മദീനയിൽ നൽകിയ ഉപദേശം, അതിൻ്റെ ഒരു ആഴം ചെറിയ രൂപത്തിൽ സൂചിപ്പിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചരിത്രത്തിലേക്ക് കടക്കാം. ഒന്നാമതായിട്ട് ചിന്തിച്ചു നോക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് അഭിസംബോധന ചെയ്യുന്നത് യാ അയ്യുഹന്നാസ്, ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സംസാരം ആരംഭിക്കുന്നത്. മുസ്ലിങ്ങളെ എന്നല്ല വിളിക്കുന്നത്. കാരണം നമുക്കറിയാം, സംസാരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ മദീന എന്നുള്ളത് ഒരു ബഹുമത സമൂഹമാണ്. അവിടെ ജൂതന്മാരായിട്ടുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, കേട്ടു നിൽക്കുന്ന ഈ ഉദ്ധരണി നൽകുന്ന ആ വ്യക്തി ഹുസൈൻ ഇബ്നു സലാം, അദ്ദേഹം ഈ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം ജൂത പുരോഹിതനാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. ഇസ്ലാം സ്വീകരിക്കുന്ന ആ സന്ദർഭത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അദ്ദേഹം കേട്ടു നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ജൂതന്മാരായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട്. അതേപോലെ തന്നെ ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകളെല്ലാം ഈ ഒരു സന്ദർഭത്തിലുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൊത്തത്തിലാണ്, മുസ്ലിങ്ങളെ മാത്രമല്ല മൊത്തത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്യുന്നത്. എന്നിട്ട് ആദ്യമായിട്ട് റസൂലുള്ളാഹി നൽകുന്ന ഉപദേശം അഫ്ഷുസ്സലാം, നിങ്ങൾ സലാം വ്യാപിപ്പിക്കുക, നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതാണ് മദീനയിൽ ആദ്യത്തെ റസൂലുള്ളാഹിന്റെ സന്ദേശം. അപ്പം മൊത്തം ആളുകളോടാണ് പറയുന്നത്. ഇവിടെ സലാം പ്രചരിപ്പിക്കുക എന്ന് പറയുമ്പോൾ കേവലം അഭിവാദ്യവാക്യമായിട്ടുള്ള നമ്മൾ പറയുന്ന ആ സലാം മാത്രമല്ല റസൂലുള്ളാഹി ഉദ്ദേശിക്കുന്നത്, ഉറപ്പാണ്. കാരണം സലാം എന്നുള്ളത് നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ നൽകുന്ന സലാം എന്നുള്ളത് ഒരു പ്രാർത്ഥന കൂടിയാണ്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രക്ഷ, സമാധാനം നിന്റെ മീതെ ഉണ്ടാകട്ടെ എന്നുള്ളത് നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതാണ് നമ്മൾ നിർവഹിക്കുന്ന സലാം. അപ്പം അത്തരത്തിൽ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥിക്കപ്പെടുന്നവനോട് പിന്നീട് നമുക്ക് എങ്ങനെയാണ് ഹൃദയത്തിൽ ശത്രുത ഉണ്ടാവുക, ചിന്തിച്ചു നോക്കുക. പിന്നീട് അയാളെക്കുറിച്ച് എങ്ങനെയാണ് നമ്മൾ മോശമായിട്ട് ചിന്തിക്കുക, എങ്ങനെയാണ് അയാളെക്കുറിച്ച് ഗീബത്തും നമീമത്തും നമ്മൾ പ്രചരിപ്പിക്കുക, പിന്നീട് എങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ വഞ്ചിക്കാൻ സാധിക്കുക, അവൻ്റേതായിട്ടുള്ളത്, അതായത് അവൻ്റേത് അന്യായമായിട്ട് നമുക്ക് എങ്ങനെയാണ് എടുക്കാൻ സാധിക്കുക. അപ്പം നമ്മൾ പറയുന്ന ആ സലാം ആത്മാർത്ഥമായിരുന്നെങ്കിൽ, ഹൃദയം കൊണ്ട് നമ്മൾ സലാം പറഞ്ഞിരുന്നെങ്കിൽ, ഒരിക്കലും മറ്റൊരാളുടെ സമാധാനത്തെ ഹനിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രവൃത്തിയും നമ്മളിൽ നിന്നും പരസ്പരം ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരാൾ യഥാർത്ഥ മുസ്ലിം ആണെങ്കിൽ, അവിടെയും ഹദീസിൽ സലിമ എന്നുള്ള പദം കാണാൻ സാധിക്കും, അയാളുടെ നാവിൽ നിന്നും കയ്യിൽ നിന്നും
മറ്റുള്ള മുസ്ലിങ്ങളെല്ലാം സുരക്ഷിതരായിരിക്കും. മനോഹരമായിട്ടുള്ള കോമ്പിനേഷനാണ്. നാവും കയ്യും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറയാൻ. സുബ്ഹാനല്ലാഹ്, അത്ര വലിയ അത്ഭുതമാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു നൂറ്റാണ്ടിൽ സോഷ്യൽ മീഡിയ യുഗത്തിൽ ജീവിക്കുന്ന നമുക്കറിയാം, പല സന്ദർഭത്തിലും നമ്മുടെ കൈകളാണ് നമ്മുടെ നാവുകളായിട്ട് മാറുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ പരസ്പരം ഹൃദയം കൊണ്ട് സലാം പറഞ്ഞിരുന്നെങ്കിൽ ആ സമൂഹത്തിൽ എത്രത്തോളം സമാധാനം കളിയാടുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം സ്നേഹിക്കാനുള്ള, അല്ലെങ്കിൽ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരു മരുന്നായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സലാമിനെ നിർദ്ദേശിക്കുന്നുണ്ട്. സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ പരസ്പരം ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബ്തും, റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ പരസ്പരം ഒരു കാര്യം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ പറഞ്ഞു തരട്ടെ ഏതാണ് ആ കാര്യം. അവിടെയും റസൂലുള്ളാഹി പറഞ്ഞത് അഫ്ഷു സലാം, നിങ്ങൾ പരസ്പരം സലാം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ മനോഹരമായിട്ടുള്ള മതത്തിൻ്റെ പേരും ഇസ്ലാം, സമാധാനമാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നൽകിയ ഉപദേശം. അപ്പം നമുക്കറിയാം, സ്വസ്ഥമായിട്ടുള്ളൊരു സമൂഹം രൂപപ്പെടണമെങ്കിൽ ആ സമൂഹത്തിലുള്ള അനുയായികൾ തമ്മിൽ പരസ്പരം സമാധാനത്തോടു കൂടെ വർത്തിക്കേണ്ടതുണ്ട്. അതിനുള്ളൊരു ഫോർമുലയാണ് റസൂലുള്ളാഹി ആ മദീനൻ ജനതയ്ക്ക് ആദ്യമായിട്ട് റസൂലുള്ളാഹി നൽകിയത്. സുബ്ഹാനല്ലാഹ്. രണ്ടാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വഅത്ഇമുത് തുആം, നിങ്ങൾ പരസ്പരം ഭക്ഷിപ്പിക്കുക, അല്ലെങ്കിൽ വിശന്ന ആളുകൾക്ക് നിങ്ങൾ ഭക്ഷണം നൽകുക. അവിടെയും റസൂലുള്ളാഹി ജാതിയും മതവും പറയുന്നില്ല. കാരണം വിശപ്പ് എന്നുള്ളത് അത് ഏതെങ്കിലും ജാതിയുടെ, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ പ്രശ്നമല്ല, അത് മനുഷ്യരുടെ പ്രശ്നമാണ്. നമുക്കറിയാം, നമ്മുടെ മതത്തിൽ ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കൽപ്പനയും നമസ്കാരവും സക്കാത്തോ നോമ്പോ അതൊന്നുമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്ന സന്ദർഭത്തിൽ അത് മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മക്കീ കാലഘട്ടത്തിന്റെ ആദ്യത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട കൽപ്പനകളെല്ലാം മക്കീ സൂറത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിൽ വയത്ഇമൂന തുആമ അലാ ഹുബ്ബിഹി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്നമാ നുത്ഇമുക്കും ലിവജ്ഹില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയെല്ലാം. അതേപോലെ സൂറത്തുൽ ഫജ്റിലും കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാളൂന അലാ തുആമിൽ മിസ്കീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ തന്നെ സൂറത്തുൽ മാഊനിലും ഫദാലിക്കല്ലദീ യദുഉൽ യതീം വലാ യഹല്ലു അലാ തുആമിൽ മിസ്കീൻ, അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭക്ഷണത്തെ സംബന്ധിച്ച് യതീമായിട്ടുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നെല്ലാം പറയുന്ന സന്ദർഭത്തിൽ മക്കയിൽ നമുക്കറിയാം വളരെ എണ്ണപ്പെട്ട ആളുകൾ മാത്രമാണ് മുസ്ലിങ്ങളായിട്ടുള്ളത്. അപ്പം അവിടെ അമുസ്ലിങ്ങളായിട്ടുള്ള യതീമുകൾ അവരുടെ വിശപ്പടക്കുന്ന കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ എല്ലാം സൂചിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ വിശപ്പിൻ്റെ അതാണ് രണ്ടാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കീ കാലഘട്ടത്തിൽ മാത്രമല്ല മദീനി കാലഘട്ടത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് നൽകുന്ന ആദ്യത്തെ ഉപദേശങ്ങളിലൊന്ന്. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വസിലുൽ അർഹാം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുക. പരസ്പരമുള്ള ബന്ധം, അത് നമുക്കറിയാം, സമൂഹം എന്നുള്ളത് ആ സമൂഹത്തിൻ്റെ ഇഷ്ടികകൾ വ്യക്തികളും സമൂഹവും കുടുംബമാണ്. അതിൻ്റെ പ്രാധാന്യമാണ് റസൂലുള്ളാഹി മൂന്നാമതായിട്ട് അവർ ഉപദേശിക്കുന്നത്. നമുക്കറിയാം, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ പ്രവേശിച്ച ഉടനെ തന്നെ അവർക്കിടയിൽ ആ സാഹോദര്യ ബന്ധം സ്ഥാപിക്കുന്ന മുആഖ, അതിലേക്കെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ വരുന്നുണ്ട്. അതാണ് മൂന്നാമത്തെ ഉപദേശം. നാലാമതായിട്ട് വസല്ലു അന്നാസു നിയാം, ജനങ്ങൾ ഉറങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങൾ നമസ്കരിക്കുക. ശ്രദ്ധിച്ചു നോക്കുക, ആടേറിയിട്ടുള്ള പ്രസ്താവനയാണ്. കാരണം രാത്രി നമസ്കാരത്തെ സംബന്ധിച്ചാണ് റസൂലുള്ളാഹി പറയുന്നത്, ഫർദിനെ സംബന്ധിച്ചല്ല. കാരണം രാത്രി ഒരാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഫർദിൻ്റെ കാര്യത്തിൽ അയാൾ ഒരു വീഴ്ചയും വരുത്തില്ല. അത്തരക്കാർക്ക് മാത്രമേ രാത്രി നമസ്കാരം സാധ്യമാവുള്ളൂ. അതായത് ഏതെങ്കിലും ഒരാൾ രാത്രി നമസ്കരിക്കുന്നുണ്ടെങ്കിൽ, രാത്രി ഒരാൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നേരത്തെ പറഞ്ഞ ആ 3 കാര്യങ്ങൾ അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടാകും. പരിശുദ്ധ ഖുർആനിൽ പോലും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പരിശുദ്ധ ഖുർആനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചിത്രമായിട്ടുള്ള ഈ രൂപത്തിൽ ഇത് രണ്ടും കമ്പൈൻ ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. അതായത് രാത്രി നമസ്കാരവും ദാനധർമ്മവും അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും അത് ചേർത്ത് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തു സജദ, നമ്മൾ വെള്ളിയാഴ്ചകളിൽ പാരായണം ചെയ്യാറുള്ള സൂറത്തു സജദ 32-ാമത്തെ അധ്യായം, അതിലെ 16-ാമത്തെ വചനത്തിൽ തതജാഫ ജുനൂബുഹും അനിൽ മദാജി യദൂന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും ആ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരത്തെ സംബന്ധിച്ച് പറയുന്നതോടൊപ്പം തന്നെ പിന്നീട് സദഖ നൽകുന്നവരായിരിക്കും. അതേപോലെ തന്നെ സൂറത്തു ദാരിയാത്തിന്റെ 18-19 ആയത്തുകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് രണ്ടും ചേർത്ത് പറയുന്നുണ്ട്. അതിനുള്ള യുക്തി എന്താണെന്ന് വെച്ചാൽ, രാത്രി നമസ്കാരത്തോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് നിർബന്ധദാനമായിട്ടുള്ള സക്കാത്തല്ല, മറിച്ച് സദഖയാണ്. കാരണം ഒരാൾ രാത്രി ഒരാളും കാണാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടാവിന്റെ മുമ്പിൽ അദ്ദേഹം നമസ്കരിക്കുന്നുണ്ടെങ്കിൽ പകല് തീർച്ചയായിട്ടും സൃഷ്ടികളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും കാണാൻ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുമെന്നുള്ളതാണ്. ഒരാളും കാണാത്ത സൃഷ്ടികളുടെ പ്രശ്നത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ശ്രദ്ധ പുലർത്തും. കാരണം അദ്ദേഹം മനസ്സിലാക്കും, ഇർഹമു മൻ ഫിൽ അർളി
യർഹമുക്കും മൻഫിസ. ആ സൃഷ്ടാവിൻ്റെ കാരുണ്യം പിടിച്ചു പറ്റണമെങ്കിൽ സൃഷ്ടികളുടെ പ്രശ്നങ്ങൾ അറിയേണ്ടതുണ്ടെന്നുള്ള ആ ഒരു ഉൾക്കാഴ്ച അദ്ദേഹത്തിന് ഉണ്ടാകും എന്നുള്ള അത്തരം ആളുകൾ മാത്രമേ രാത്രി നമസ്കാരത്തിലെല്ലാം ശ്രദ്ധ പുലർത്തൂ എന്നുള്ള സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയപ്പെട്ട 4 ഉപദേശങ്ങൾ, ആ 4 ഉപദേശങ്ങളിൽ ആദ്യത്തെ 3 കാര്യങ്ങളും മറ്റുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട മുആമലാത്തുകളായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവസാനമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പേഴ്സണലായിട്ടുള്ള നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അതും റസൂലുള്ളാഹി ഫർളിനെ പറയാതെ രാത്രി നമസ്കാരം പ്രത്യേകമായിട്ട് പറഞ്ഞു. കാരണം ആ രാത്രി നമസ്കാരത്തിൽ ഒരാൾ ശ്രദ്ധ പുലർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം അദ്ദേഹം ശ്രദ്ധ പുലർത്തും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ 4 ഉപദേശങ്ങൾ നിങ്ങൾ നിർവഹിക്കുകയാണെങ്കിൽ ആ സ്വർഗീയ ഭവനത്തിൽ തദ്ഖുലുൽ ജന്നത ബിസലാം, ആ സ്വർഗീയ ഭവനത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദാറുസ്സലാം, ആ സമാധാനത്തിന്റെ ഭവനം, ഇദ്ഖുലുഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ് സൂറത്തുൽ ഖാഫ്, അതേപോലെ തന്നെ സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലുഹാ ഖാലിദീൻ സൂറത്ത് സുമർ, അവിടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമാധാനത്തിന്റെ ഭവനം, ആ സ്വർഗീയ ഭവനത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നുണ്ട്. ഈ 4 ഉപദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുലർത്തുകയാണെങ്കിൽ ആ സമാധാനത്തിന്റെ ഭവനത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാമെന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഒരു പൊതു സമൂഹത്തിന്റെ പിറവിയിൽ ഈ ഒരു ഉപദേശങ്ങൾക്കുള്ള പ്രാധാന്യം എത്രയാണ്. സുബ്ഹാനല്ലാഹ്. ഈ ഉദ്ധരണി ഹുസൈൻ ഇബ്നു സലാം, ആ ഒരു ജൂത പണ്ഡിതൻ, അദ്ദേഹം ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ വാക്കുകൾ കേൾക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആദ്യത്തെ കാഴ്ച തന്നെ അദ്ദേഹത്തിന് വല്ലാത്ത ഇംപ്രഷൻ ഉണ്ടാക്കി. അതിനുശേഷം റസൂലുള്ളാഹിന്റെ ആദ്യത്തെ വാക്കുകൾ, ആ വാക്കുകളാകട്ടെ അതിനേക്കാൾ ആഴവും പരപ്പുള്ള അല്ലെങ്കിൽ മധുരമായ വാക്കുകളാണ് റസൂലുള്ളാഹി സമൂഹത്തോട് ആദ്യമായിട്ട് പറഞ്ഞത്. അതിലപ്പുറം എന്ത് വേണം, അദ്ദേഹം അതും കൂടെ കേട്ടതോടുകൂടെ അദ്ദേഹത്തിന് ഉറപ്പായി. അദ്ദേഹം ആൾക്കൂട്ടത്തിലെ ആളുകളെല്ലാം നീക്കി റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് എത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളുടെ മതത്തെ സംബന്ധിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് 3 ചോദ്യങ്ങൾ താങ്കളോട് ചോദിക്കാനുണ്ട്. അവസാനമായിട്ട് അദ്ദേഹം 3 ചോദ്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെക്കുകയാണ്. ഇപ്പോൾ വിചിത്രമായിട്ടുള്ള കാര്യം, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിലും ഇതേ രൂപത്തിൽ 3 ടെസ്റ്റുകളായിട്ടാണ് അദ്ദേഹം വരുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ ഹുസൈൻ ഇബ്നു സലാം എന്നറിയപ്പെടുന്ന ആ ജൂത പുരോഹിതൻ, അദ്ദേഹം പൂർവ്വകാല ഭേദകന് തൗറാത്തിലെല്ലാം അദ്ദേഹത്തിന് വളരെ ആഴത്തിലുള്ള പാണ്ഡിത്യമുണ്ട്. ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഉദ്ധരണി സ്വഹീൽ ബുഖാരിയിൽ വായിക്കാൻ സാധിക്കും. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, ഇന്നി സായിലുക അൻ സലാസിൻ ലാ യഅലമുഹുന്ന ഇല്ലാ നബി, അതായത് ഞാൻ ഒരു പ്രവാചകന് മാത്രം അറിയാവുന്ന 3 കാര്യങ്ങൾ ഞാൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ചോദിച്ചോളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഒന്നാമത്തെ ചോദ്യം മാ അവ്വലു അശ്റാത്തി സാഅ, ആദ്യത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം, അന്ത്യനാളിന്റെ പ്രഥമ ലക്ഷണം എന്താണ്, അതായത് അവസാന നാളിന്റെ ആദ്യത്തെ ലക്ഷണം എന്താണ്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീയിനെ സംബന്ധിച്ചുള്ള മറുപടിയാണ് നൽകുന്നത്. അത് വിശദീകരിക്കുന്ന അന്ത്യനാളിന്റെ അടയാളങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കേണ്ടത്. അതായിരുന്നു ആദ്യത്തെ മറുപടി. ആ ആദ്യത്തെ മറുപടിയിൽ അദ്ദേഹം തൃപ്തനാവാണ്. ഒരുപക്ഷെ സുബ്ഹാനല്ലാഹ് ഇതെല്ലാം തൗറാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ കാര്യങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരിക്കണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നത്. ആദ്യത്തെ ചോദ്യത്തിന് റസൂലുള്ളാഹി മറുപടി നൽകി. രണ്ടാമതായിട്ട് റസൂലുള്ളാഹിനോട് അദ്ദേഹം ചോദിച്ചു, ഒമാ അവ്വലു തുആമിൻ യഅകുലുഹു അഹ്ലുൽ ജന്ന, അതായത് സ്വർഗവാസികൾക്ക് ആദ്യമായിട്ട് നൽകപ്പെടുന്ന ഭക്ഷണം എന്താണ്, അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനും മറുപടി നൽകി. ഒരു മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭക്ഷണം, അല്ലാഹു അഅലം, നമുക്കറിയില്ല. അതായത് നമുക്കറിയാം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സീ ഫുഡാണ് സ്വർഗത്തിൽ ആദ്യമായിട്ട് നൽകുക എന്നാണ് റസൂലുള്ളാഹി മറുപടി പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് റസൂലുള്ളാഹിന്റെ റസൂലുള്ളാഹി ജീവിതകാലത്ത് ഒരേ ഒരു തവണ മാത്രമാണ് മത്സ്യം ഭക്ഷിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിലേക്കെല്ലാം പിന്നീട് നമ്മൾ വരും. അതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. അതും അദ്ദേഹത്തിന് തൃപ്തിയായി. സുബ്ഹാനല്ലാഹ്. ഇതും അവർക്ക് തൗറാത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള വഹ്യായിരിക്കണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഉത്തരം അറിയാം. മൂന്നാമതായിട്ട് അദ്ദേഹത്തിന്റെ ചോദ്യം എംബ്രിയോളജി, അതായത് ഭ്രൂണശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. അതായത് മാതാവ് പ്രസവിക്കുന്ന കുട്ടിക്ക് എങ്ങനെയാണ് പിതാവിന്റെ മുഖച്ഛായ ലഭിക്കാനുള്ള കാരണം. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഭ്രൂണശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം അതിനെ മനോഹരമായിട്ട് വിശദീകരിച്ചായിട്ട് കാണാൻ സാധിക്കും. ഞാനിവിടെ പറയുന്നില്ല, നമ്മുടെ വിഷയമായിട്ട് ബന്ധമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിതാവിലേക്ക് ചേർത്തിട്ടാണ് അതിനുള്ള വിശദീകരണം നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ 3 കൃത്യമായിട്ടുള്ള മറുപടി നൽകിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മറുപടി പറയുന്നതിനോടൊപ്പം റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇത് ഞാൻ സ്വന്തം പറയുന്നതല്ല, ഖബ്ബറനി ബിഹിൻ ആനിഫൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു തന്ന ആ വഹീന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ട ഉടനെ തന്നെ ഹുസൈൻ ഇബ്നു സലാം, ആ ജൂത പുരോഹിതൻ, അദ്ദേഹം പറഞ്ഞു,
ദാക അദുബുൽ യഹൂദി മിനൽ മലായിക, നിങ്ങൾ പറയുന്ന ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അത് ജൂതന്മാരുടെ ശത്രുവാണ്. അപ്പോൾ നമുക്കറിയാം ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അങ്ങേയറ്റ ശത്രുതയുള്ള ആളുകളാണ്. ഔദു ബില്ലാഹ്. അവരെ സംബന്ധിച്ചിടത്തോളം അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ശിക്ഷയുടെ മാലാഖയാണ്. അതേ രൂപത്തിലുള്ള വിചിത്രമായിട്ടുള്ള വിശ്വാസങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹം റസൂലുള്ളാഹിനോട് പറയാണ്. അതുകൊണ്ടാണ് മറ്റൊരു സൈഡ് പോയിന്റ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിച്ച ഉടനെ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട അധ്യായം സൂറത്തുൽ ബഖറയാണ്. സുബ്ഹാനല്ലാഹ്, പ്രത്യേകം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിൽ നല്ലൊരു ഭാഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിന്റെ ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ് മാറ്റിവെച്ചിട്ടുള്ളത്. ആ ബനു ഇസ്രായേലിന്റെ ചരിത്രം പറയുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ജൂത വിശ്വാസത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖണ്ഡിക്കുന്നുണ്ട്. 97ഉം 98ഉം സൂറത്തുൽ ബഖറയുടെ ആ വചനങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ മൻ കാന അദുവ്വൻ ലി ജിബ്രീല ഫഇന്നഹു നസ്സലഹു അലാ ഖൽബിക ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ആർക്കെങ്കിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് വല്ല വിരോധം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം റസൂലുള്ളാഹിന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധ ഖുർആൻ നൽകുന്നത്. അതിനുശേഷം മൻ കാന അദുവ്വൻ ലില്ലാഹി വ മലായികതി വ ജിബ്രീല വ മീകാല ഫഇന്നല്ലാഹ അദുവ്വുൻ ലിൽ കാഫിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ശക്തമായിട്ട് ഗണ്ണിക്കുന്നുണ്ട്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ അവർക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് യാതൊന്നും പ്രതികരിക്കുന്നില്ല. അതിന് പരിശുദ്ധ ഖുർആൻ പിന്നീട് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ ആ രൂപം, അതേപോലെ റസൂലുള്ളാഹിന്റെ സംസാരം, അതേപോലെ തന്നെ നൽകിയ മറുപടി എല്ലാം കേട്ടതോടുകൂടി അദ്ദേഹത്തിന് കാര്യം ക്ലിയർ ആവണം. അവിടെ വെച്ചുകൊണ്ട് ഹുസൈൻ ഇബ്നു സലാം അദ്ദേഹം റസൂലുള്ളാഹിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാം സ്വീകരിക്കുകയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആ ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ആ മദീനയിലെ ഏറ്റവും വലിയ ജൂത പുരോഹിതനായിരുന്ന ഹുസൈൻ ഇബ്നു സലാം അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്ലാം സ്വീകരിച്ച ഉടനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങളുടെ പേര്? റസൂലുള്ളാഹിനോട് അദ്ദേഹം പേര് പറഞ്ഞിട്ട് ഹുസൈൻ ഇബ്നു സലാം. റസൂലുള്ളാഹി പറഞ്ഞു. റസൂലുള്ളാഹി ഉടനെ തന്നെ ആ പേര് മാറ്റി അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് റസൂലുള്ളാഹി നൽകുകയാണ്. അബ്ദുല്ലാഹ് നമുക്കറിയാം, അബ്ദുറഹ്മാൻ അഹബുൽ അസ്മാ ഇലല്ലാഹ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 നാമങ്ങൾ അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ. അതേ നാമമാണ് അദ്ദേഹത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത്. അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ട ആ പേര് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു എന്നുള്ള പേരിലാണ്. ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആ നാമം നൽകി. അദ്ദേഹം തന്നെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാനത്തെ സംബന്ധിച്ച് പറയുന്ന ഹദീസ് സലാം അത് ഉദ്ധരിക്കുന്നതും അബ്ദുല്ലാഹി ഇബ്നു സലാം എന്നുള്ള സ്വഹാബിയാണ്. അതുകൊണ്ട് തന്നെ ഹദീസു സലാം എന്നുള്ള പേരിലാണ് ആ നേരത്തെ പറയപ്പെട്ട ഹദീസ് അറിയപ്പെടുന്നത്. അപ്പം അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം സാന്ദർഭികമായിട്ട് ഒരു ഭാഗത്ത് സൂചിപ്പിച്ചു പോകണം. ഒരു പക്ഷേ പിന്നീട് അത് പറയാനുള്ള അവസരം കിട്ടിയില്ലെങ്കിൽ, അത് മാത്രമല്ല അത് പറയുക വഴി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം, ജൂത സമൂഹം ഏത് രൂപത്തിലാണ് റസൂലുള്ളാഹിനെ അവിടെ വരവേറ്റതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കൂടെ നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പം അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിൽ പോയി ഭാര്യയും മക്കളെല്ലാം ആ സന്ദേശത്തിലേക്ക് ക്ഷണിച്ചു. അൽഹംദുലില്ലാഹ് അവരെല്ലാം ഇസ്ലാം സ്വീകരിച്ചു. അതായത് ആ കുടുംബം മുഴുവൻ ഇസ്ലാമായി. പക്ഷേ അവർ ഇസ്ലാമായിട്ടുള്ള വിവരം അദ്ദേഹം ആ സമൂഹത്തിനിടയിൽ ബനു ഖൈനുഖ ഗോത്രത്തിനിടയിൽ അദ്ദേഹം മറച്ചുവെച്ചു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കണ്ടു. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ ഗോത്രത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു. അതായത് ബനു ഖൈനുഖ ഗോത്രത്തിനേക്കിടയിലും നമ്മൾ ഈ സന്ദേശം എത്തിക്കേണ്ടതില്ല. അതിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി അന്വേഷിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്വഹീൽ ബുഖാരിയുള്ള ഹദീസിൽ വായിക്കാൻ സാധ്യത, അദ്ദേഹം പറഞ്ഞു, യാ റസൂലുള്ളാഹി ഇന്നൽ യഹൂദ ഖൗമുൻ ബുഹ്ത്. ഓ പ്രവാചകരെ, നിങ്ങൾ കരുതുന്ന പോലെയല്ല ഈ ജൂതന്മാർ, അവർ നുണയന്മാരായിട്ടുള്ള ജനതയാണ്. അവർ സത്യം അറിഞ്ഞാൽ അവർ സ്വീകരിക്കാൻ പോകുന്നില്ല. നേരത്തെ ആ മദീനയുടെ ചരിത്രത്തിൽ ആദ്യത്തെ ഭാഗത്ത് ഹുയ്യ ഇബ്നു അഖ്തബ്, അതായത് സഫിയ റളിയല്ലാഹു അൻഹയുടെ പിതാവിന്റെ ചരിത്രം നേരത്തെ പറഞ്ഞിരുന്നു. അതായത് സത്യം അറിഞ്ഞാൽ അവർ സ്വീകരിക്കാൻ പോകുന്നില്ല, ഞാൻ മുസ്ലിം ആയിട്ടുള്ള വിവരം പോലും അവരറിഞ്ഞാൽ എന്നെ പോലെ അവർ തള്ളിക്കളയും. അദ്ദേഹം നമ്മൾ പറയാറുണ്ട്, കൂടെ കിടന്ന ആളുകൾക്ക് രാപ്പനി അറിയാം. അതായത് ആ സമൂഹത്തിനെ കൃത്യമായിട്ട് ആ സമൂഹത്തിന്റെ പുരോഹിതനായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയിരുന്നു. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പദ്ധതി ഒപ്പിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബനു ഖൈനുഖ ഗോത്രത്തെ മുഴുവൻ റസൂലുള്ളാഹി വിളിച്ചു വരുത്തി. അതിനുശേഷം അവർ വിളിച്ചു വരുത്തിയ ആ റൂമിൽ ഒരു കർട്ടന്റെ പിറകിൽ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ നിർത്തി. അവരാരും അറിയുന്നില്ല അദ്ദേഹം അവിടെ നിൽക്കുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്ലാമിന്റെ മനോഹരമായിട്ടുള്ള ആദർശം അവരുടെ മുന്നിലേക്ക് വെച്ചു. അവരത് സ്വീകരിക്കാൻ സന്നദ്ധായില്ല. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി അവരോട് ചോദിച്ചു, അയ്യ ഫീക്കും ഹുസൈൻ ഇബ്നു സലാം, നിങ്ങൾക്കിടയിലുള്ള ഹുസൈൻ ഇബ്നു സലാമിനെ സംബന്ധിച്ച്, ആ പുരോഹിതനെ സംബന്ധിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അത് കേട്ട ഉടനെ അവർക്ക് 100 നാവുകളാണ്. അവർ അദ്ദേഹത്തെ ഒരുപാട് പുകഴ്ത്തി പറയാൻ തുടങ്ങി. അവർ പറഞ്ഞു, അലമുന വബിനു അലമിന, അതായത് ഞങ്ങൾക്കിടയിൽ ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള ഏറ്റവും വിവരമുള്ള വ്യക്തിയാണ് അദ്ദേഹം. അത് മാത്രമല്ല ഏറ്റവും വിവരമുള്ള പിതാവിന്റെ മകനാണ് അദ്ദേഹം.
ഖൈറുന വബിനി ഖൈറിന, അതായത് അദ്ദേഹം ഞങ്ങൾക്കിടയിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള വ്യക്തിയാണ്, ഏറ്റവും ഉത്തമനായിട്ടുള്ള പിതാവിന്റെ ഉപ്പാന്റെ മകനാണ് അദ്ദേഹം. അതേ രൂപത്തിൽ നിരവധി പുകഴ്ത്തലുകൾ അദ്ദേഹത്തിന് നൽകുകയാണ്. അത് കേട്ട ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ തിരിച്ചുള്ള ചോദ്യം റസൂലുള്ളാഹി ചോദിച്ചു, നിങ്ങൾ ഇത്രയേറെ വാഴ്ത്തുന്ന, നിങ്ങൾ ഇത്രയേറെ ആദരിക്കുന്ന നിങ്ങളിൽപ്പെട്ട ആ പറയപ്പെട്ട ആ വ്യക്തി, ആ ഹുസൈൻ ഇബ്നു സലാം, അദ്ദേഹം ഞാൻ പറഞ്ഞ ഈ ഒരു ആദർശം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലോ? ആ ഒരു ചോദ്യം, അപ്രതീക്ഷിതമായിട്ടുള്ള ചോദ്യം വന്ന സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഒരിക്കലുമില്ല, അദ്ദേഹം ഒരിക്കലും ആ പണി ചെയ്യില്ല, അത്രത്തോളം ബുദ്ധിയല്ല അദ്ദേഹം. ഈ രൂപത്തിൽ അവർ പ്രതികരിക്കാൻ ഉടൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ കർട്ടന്റെ പിറകിൽ നിന്നും അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ മുന്നിലേക്ക് വിളിപ്പിച്ചു. അദ്ദേഹം മുന്നിൽ വന്നിട്ട് അദ്ദേഹം ആ ഷഹാദത്ത് ഉറക്കെ പ്രഖ്യാപിച്ചു. അദ്ദേഹം പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക മുഹമ്മദ് റസൂലുള്ളാഹ്. അദ്ദേഹം ആ കലിമ ഉറക്കെ അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കാൻ. അത് കേട്ട ഉടൻ അവർ മുഴുവൻ ഞെട്ടാണ്. അദ്ദേഹത്തെ ആ ഒരു സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തെ ശപിക്കാൻ തുടങ്ങി. അതായത് നേരത്തെ പറഞ്ഞതിന് നേർ വിപരീത പദങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവർ ശപിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, ജാഹിലിന വബിലു ജാഹിലിന, അതായത് ഞങ്ങൾക്കിടയിൽ ഏറ്റവും ബുദ്ധിയായിട്ടുള്ള വ്യക്തിയാണ് ഇദ്ദേഹം, ബുദ്ധിയായിട്ടുള്ള പിതാവിന്റെ മകനാണ്. ഷെറുന വബിനി ഷെറിന, ഞങ്ങൾക്കിടയിൽ ഏറ്റവും മോശം വ്യക്തിയാണ്, ഏറ്റവും മോശം പിതാവിന്റെ മകനാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അവിടെ വെച്ചുകൊണ്ട് ശപിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്നാണ് അവരുടെ നിറമാറ്റം നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ ആ ജൂത ചരിത്രത്തിനിടയിൽ നിരവധി ചോദ്യങ്ങൾക്കിടയിൽ യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, എന്തിനാണ് സത്യം അറിഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ ആ അസത്യത്തെ നിങ്ങൾ കൂട്ടിക്കൊടുക്കുന്നത്? അവരുടെ ആ നിറമാറ്റം മുന്നോട്ടുള്ള ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാനിവിടെ ഇത്ര വിശദമായിട്ട് പറയാനുള്ള കാരണം അതായത് തുടക്കത്തിൽ ഇത്രയേറെ ഈ ഒരു ചരിത്രം ഫോക്കസ് ചെയ്യാനുള്ള കാരണം ജൂതന്മാരുടെ ഈ നിറമാറ്റം, അതായത് ഈ ഒരു പുതിയ ഓഡിയൻസിന്റെ ഒരു ചെറിയൊരു ചിത്രം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഈ ഒരു പ്രവണത മുന്നോട്ടുള്ള മദീനൻ സീറയിൽ പല ഭാഗത്തായിട്ട് നമ്മൾ കാണാൻ പോവാണ്. അതായത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ യഥാർത്ഥത്തിലുള്ള രോഗം അവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ ഒരു മെസ്സേജ്, ആ സന്ദേശം ആയിരുന്നില്ല അവരുടെ പ്രശ്നം. അത് അവർക്ക് അറിയാം, അത് സത്യമാണെന്ന്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അത് നൽകപ്പെട്ട വ്യക്തിയോടാണ് അവർക്ക് വിരോധം. അത് ഞങ്ങളിൽ ഒരുവനായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്, അത് ഞങ്ങൾക്ക് ലഭിച്ചില്ല, അതാണ് അവർ ചിന്തിക്കുന്നത്. അത് അവർക്കിടയിൽ ഏതെങ്കിലും ഒരാൾക്കായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരുന്നതെങ്കിൽ 100 101% അവരത് സ്വീകരിച്ചേനെ. അതായത് പറയുന്ന ആശയമല്ല അവരുടെ പ്രശ്നം, മറിച്ച് ആശയം നൽകപ്പെട്ട വ്യക്തിയാണ് അവരുടെ പ്രശ്നം. അതായത് മക്ക മുശ്രിക്കുകളുടെ നേർ ഓപ്പോസിറ്റായിട്ടാണ് മദീനയിലുള്ള ജൂതന്മാർ ചിന്തിക്കുന്നത്. മക്ക മുശ്രിക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയപ്പെടുന്ന വ്യക്തി എല്ലാ അർത്ഥത്തിലും സ്വീകാര്യനായിരുന്നു, അൽ അമീനായിരുന്നു. പക്ഷേ പറയപ്പെട്ട ആശയമായിരുന്നു അവരെ ചൊടിപ്പിച്ചത്. മദീനയിൽ നേരെ തിരിച്ചുള്ള ഒരു വിഭാഗത്തെയാണ് നമ്മൾ കാണുന്നത്. ഇനി നമ്മൾ സൂറത്തുൽ ബഖറയിൽ ചില കാര്യങ്ങൾ കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ചരിത്രത്തിലേക്ക് വരാം. അപ്പം മദനി സൂറത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായിട്ട് നൽകപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറ അതിമനോഹരാണ്, പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായം. ആ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നല്ലൊരു ഭാഗം ബനു ഇസ്രായേലിന്റെ ചരിത്രം പറയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിവെച്ചിട്ടുണ്ട്. യാ ബനി ഇസ്രായേൽ എന്ന് വിളിക്കുന്ന നിരവധി ആയത്തുകൾ. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ പുതിയൊരു ഓഡിയൻസിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിന് പരിചയപ്പെടുത്താൻ അവരുടെ ചരിത്രം. അതിനുശേഷം ആ ചരിത്രത്തിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ട് അവരുടെ ആ രോഗ കാരണം കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമാണ്. സൂറത്തുൽ ബഖറ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതൊരു ഭാഗത്ത് സൂറത്തുൽ ബഖറയുടെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞിരുന്നു. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വിഭാഗത്തെ, വിശ്വാസികൾ, അവിശ്വാസികൾ, മൂന്നാമതായിട്ട് മുനാഫിക്കുകൾ എന്നുള്ളൊരു വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഖറയുടെ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നുണ്ട്. കാരണം മദീനയിൽ പുതിയൊരു പ്രവണത, പുതിയൊരു ഗ്രൂപ്പ് പ്രത്യക്ഷപ്പെടാൻ. ഈ 3 ഗ്രൂപ്പുകളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇബ്ലീസിന്റെയും കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത ചരിത്രത്തിലേക്ക് പ്രവേശിക്കാൻ. ആ ജൂത ചരിത്രം പറയുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ രോഗ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മക്കളെപ്പോലെ അറിയാവുന്ന യഅരിഫൂനഹും കമാ യഅരിഫൂന അബ്നാഅഹും, അതും സൂറത്തുൽ ബഖറയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അത്ര കൃത്യമായിട്ട് അവർക്ക് അറിയാവുന്ന ആ പ്രവാചകൻ അവരിലേക്ക് വന്ന സന്ദർഭത്തിൽ അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം ആ മെസ്സേജ് ഞങ്ങളിൽ ഒരുവന് ലഭിച്ചില്ല എന്നുള്ള ഒരൊറ്റ കാരണമാണ്. അതായത് ചുരുക്കത്തിൽ എനിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്, അത് മറ്റൊരാൾക്ക് കിട്ടിയെന്ന് ഞാൻ ചിന്തിച്ച് ആ നൽകപ്പെട്ട വ്യക്തിയോട് വിദ്വേഷം കാണിക്കുന്നതിനെ പച്ച മലയാളത്തിൽ നമ്മൾ അസൂയ എന്നാണ് വിളിക്കാറുള്ളത്. അതായത് നമ്മളൊരാൾ അസൂയ വെക്കുന്ന ഒരാൾ എന്താണ് ചിന്തിക്കുന്നത്, അതായത് ഞാനായിരുന്നു ഏറ്റവും യോഗ്യൻ,
അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്കായിരുന്നു നൽകേണ്ടിയിരുന്നത്, അത് എനിക്ക് നൽകാതെ അവന് നൽകി, അത് കാരണം അവന് നശിക്കണമെന്ന് ഞാൻ അവനെ സംബന്ധിച്ച് ചിന്തിക്കുകയാണ്. അതാണ് അസൂയ. അത്തരത്തിലൊരാൾ അസൂയ മനസ്സിൽ വെക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അയാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് എത്ര മോശമായിട്ടാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. ചിന്തിച്ചു നോക്കുക. അതുകൊണ്ടാണ് അസൂയ അത്രയും വലിയ ഹൃദയത്തിന്റെ രോഗമായിട്ട് മാറുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നീതി അല്ലെങ്കിൽ അള്ളാഹിന്റെ തീരുമാനത്തെയാണ് അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് ചോദ്യം ചെയ്യുന്നത്. നഊദു ബില്ലാഹ്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തെറ്റുപറ്റി, അവനായിരുന്നില്ല അത് നൽകേണ്ടിയിരുന്നത്, എനിക്കായിരുന്നു അത് കിട്ടേണ്ടിയിരുന്നത്. ആ രൂപത്തിലാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അത്തരത്തിലുള്ള ചിന്ത അത്യന്തം അപകടമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ശക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ബോധവൽക്കരിച്ചത്. മാത്രമല്ല, ജൂതന്മാരെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതേ പ്രശ്നമാണ് ജൂതന്മാർക്കുള്ളത്. ഞങ്ങൾക്കായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്, ആ അസൂയ മൂത്ത് അത് കുഫറിലേക്ക് എത്തി. അതാണ് ജൂതന്മാരുടെ പ്രശ്നം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂത ചരിത്രം പറയുന്നതിനിടയിൽ അവരുടെ രോഗകാരനായിട്ട് സൂറത്തുൽ ബഖറയുടെ 109 ആയത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. വദ്ദ കസീറും മിൻ അഹ്ലിൽ കിതാബി ലൗ യറുദ്ദൂനകും മിൻ ബഅദി ഈമാനിക്കും കുഫാറൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, സത്യം ബോധ്യപ്പെട്ടിട്ടും അവർ സ്വീകരിക്കാതിരിക്കാനുള്ള കാരണം കുഫാറൻ ഹസദം മിൻ ഇൻദി അൻഫുസിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അസൂയ മൂലം അവര് ഹൃദയത്തിലുള്ള അസൂയ നിമിത്തം അവർ സ്വീകരിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അതായത് പറയുന്ന മെസ്സേജ് ഒക്കെയാണ്, പക്ഷേ പറയപ്പെടുന്ന ആള് അതിന് യോഗ്യനല്ല. അത് റസൂലുള്ളാഹിനെ സംബന്ധിച്ച് മാത്രമല്ല, റസൂലുള്ളാഹിക്ക് സന്ദേശം എത്തിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മെസ്സഞ്ചർ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ചും അവർക്ക് അതേ അഭിപ്രായമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയോട് പ്രശ്നം നേരത്തെ ഞാൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർക്ക് സ്വീകാര്യമല്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ ഡയഗ്നോസിയാണ്. ഇത് കൃത്യമായിട്ട് ഇത് വിശദമായിട്ട് പറയാനുള്ള കാരണം, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രയും വിശദമായിട്ട് ബനൂ ഇസ്രായേലിന്റെ ചരിത്രം പറയാനുള്ള കാരണം, അത് അവർക്ക് വേണ്ടി മാത്രമല്ല, അത് നമ്മളെ കേവലം ആ ചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത് ജൂതന്മാരെ മാത്രമല്ല, അൽ യഹൂദു വമൻ തബിഅഹും, ജൂതന്മാരും അവരുടെ ആ പാത പിൻപറ്റുന്ന റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലും അതേ രൂപത്തിലുള്ള പ്രവണത വരുമെന്നുള്ള. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലും പറഞ്ഞു, ലതത്തബിഉന്ന സുനനം മൻ കാന ഖബ്ലിക്കും ശിബ്റൻ ബിശിബ്ർ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, നിങ്ങൾ മുൻഗാമികളുടെ ആ പാത അപ്പടി നിങ്ങൾ പിൻപറ്റും. അത് ആ സന്ദർഭത്തിൽ സ്വഹാബികൾ ചോദിച്ചു, പ്രവാചകരെ ആരാണ് മുൻഗാമികൾ? അത് ജൂതനും ക്രൈസ്തവരാണോ? റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാതെ പിന്നെ ആരാണ്? ജൂതന്മാരുടെ ആ പ്രവണതകൾ പലതും അപ്പടി റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലേക്ക് കടന്നു വരും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അതിന്റെ ഒരു ചെറിയ രൂപം, പലതും ജൂത ക്രൈസ്തവരുടെ നിരവധി ആചാരങ്ങൾ നമ്മൾ പകർത്തിയതിൽ അതിൻ്റെ ഏറ്റവും ചെറിയ രൂപം, അതിന് മറ്റു രൂപത്തിൽ ചെറിയ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ സമൂഹത്തിലും അസബിയത്ത് തലയിൽ കയറുന്ന സന്ദർഭത്തിൽ എത്ര നല്ല സന്ദേശം ഒരാൾ പറഞ്ഞാലും ആദ്യം ആ സന്ദേശം ആരാണ് പറയുന്നത് എന്നാണ് നോക്കാറുള്ളത്. ആ സന്ദേശം പറയുന്ന വ്യക്തി അദ്ദേഹം എൻ്റെ സംഘടനയിൽ അല്ലെങ്കിൽ എൻ്റെ ആ വൃത്തത്തിൽപ്പെട്ട ആളാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കാം. അതല്ലെങ്കിൽ ആ വൃത്തത്തിന് പുറത്തുള്ള ആളാണെങ്കിൽ അദ്ദേഹം എത്ര നല്ല സന്ദേശം പറഞ്ഞാലും അദ്ദേഹം എൻ്റെ വൃത്തത്തിനകത്ത് വന്നില്ല എന്നുള്ള ഒരൊറ്റ കാരണത്താൽ അദ്ദേഹത്തെ പറയപ്പെടുന്നത് സ്വീകരിക്കാതിരിക്കുന്ന ആ ഒരു പ്രവണത, അസബിയത്ത് തലയിൽ കയറുന്ന സന്ദർഭത്തിൽ പല ആളുകളുടെയും അതേ രൂപത്തിൽ പ്രവണത, അതെല്ലാം യഥാർത്ഥത്തിൽ ആ രൂപത്തിലുള്ള ചിന്തയുടെ ഒരു ചെറിയ രൂപമാണ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു ജൂത ചിന്തയുടെ ആദ്യത്തെ വൈറസ്, അതായത് ഞാനാണ് യോഗ്യൻ എന്നുള്ള വൈറസ്, അന ഖൈറുമിൻ എന്നുള്ള വൈറസ് ആദ്യമായിട്ട് കുത്തിവെച്ചത് പിശാചൽ അനൗളയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനാണ് ഉത്തമൻ, എനിക്കായിരുന്നു ലഭിക്കേണ്ടെന്നുള്ള ആദ്യത്തെ വൈറസ് പിശാചിൽ നിന്നാണ് അത് ആദ്യമായിട്ട് കടന്നു വരുന്നത്. അത്ഭുതം എന്താണെന്ന് വെച്ചാൽ സൂറത്തുൽ ബഖറ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഈ 3 കാറ്റഗറിയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പിശാചിൽ അനൗള, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏത് രൂപത്തിലാണ് പിശാജ് വഴിപിഴപ്പിച്ചത്, പിശാജിന്റെ ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നത്. ബനൂ ഇസ്രായേലിന്റെ ചരിത്രത്തിന് തൊട്ടു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിശാജിന്റെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിശാജ് ഇബ്ലീസ് ലഅനഹുല്ലാ ആ ഒരു ചരിത്രം പറഞ്ഞതിന് ശേഷമാണ് അതിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് ബനൂ ഇസ്രായേലിന്റെ ആ രോഗം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വരുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സൂചിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ സീറയിലേക്ക് തിരിച്ചു വരാണ്. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അവിടെ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു. അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വർഗ്ഗവാസിയാണെന്ന് അദ്ദേഹത്തെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന ഹദീസും സ്വഹീഹ് ബുഖാരിയിൽ സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി ഒരിക്കൽ അദ്ദേഹത്തെ ചൂണ്ടി സ്വർഗ്ഗവാസിയായിട്ടുള്ള ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ചൂണ്ടി റസൂലുള്ളാഹി അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. പ്രത്യേകമായിട്ടൊരു കാര്യം, നമ്മളെ അശറ മുബശ്ശിരീൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 ആളുകളെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. ആ 10 അല്ലാത്ത നിരവധി ആളുകളെ സംബന്ധിച്ച് ജീവിതകാലത്ത് തന്നെ
റസൂലുള്ള സ്വർഗ്ഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അതേപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചെല്ലാം ഇത്തരത്തിലുള്ള നിരവധി ഹദീസുകൾ കാണാൻ സാധിക്കും. അത് മാത്രമല്ല, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്ഖാഫ് 46-ാമത്തെ അധ്യായത്തിൽ സൂറത്തുൽ അഹ്ഖാഫിന്റെ 10-ാമത്തെ വചനത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻഡയറക്റ്റ് ആയിട്ട് പറയപ്പെടുന്ന വ്യക്തി അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആണ്. വശഹിദ ഷാഹിദും മിൻ ബനി ഇസ്രായീൽ അലാ മിസ്ലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേൽ സന്തതികളിൽ നിന്നുള്ള ഒരു സാക്ഷ്യം വഹിച്ചു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയപ്പെടുന്ന വ്യക്തി അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു ആണെന്ന് സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ അവിടെ വെച്ചുകൊണ്ട് ആദ്യമായിട്ട് ആ ജൂത പുരോഹിതൻ ഇസ്ലാം സ്വീകരിച്ച അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു സലാം റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയായിട്ട് വളർന്നു വരികയാണ്. അപ്പോൾ ഈ ഒരു ചരിത്രം പറയുക വഴി രണ്ട് കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. ഒന്ന്, ജൂതന്മാരുടെ ആ പ്രവണത, അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന സന്ദർഭത്തിൽ ആദ്യമായിട്ട് റസൂലുള്ളാഹി നൽകിയ ഉപദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ ആ സംസാരം, അതെല്ലാം നമ്മൾ മനസ്സിലാക്കി. അതിനുശേഷം നമ്മൾ സീറയിലേക്ക് തന്നെ മടങ്ങി വരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലുള്ള ഉപദേശങ്ങളെല്ലാം നൽകി റസൂലുള്ളാഹിന്റെ ഒട്ടകം മുന്നോട്ട് നീങ്ങുകയാണ്. റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ പേര് പോലും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ഖസ്വ എന്നാണ് റസൂലുള്ളാഹിന്റെ ഒട്ടകത്തിന്റെ പേര്. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക, അതിലുള്ള ഒരു അത്ഭുതം. ആ ഒരു ഒറ്റ പേര് വെച്ച് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, 1400 വർഷങ്ങൾ കഴിഞ്ഞിട്ടും റസൂലുള്ളാഹിന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ചെറിയൊരു ഡീറ്റെയിൽ, ആ മൈക്രോ ഡീറ്റെയിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്പടി സംരക്ഷിച്ചിരിക്കുകയാണ്. ആ ഒരു ഡീറ്റെയിൽ പോലും നമുക്കറിയാം. റസൂലുള്ളാഹിന്റെ വാഹനത്തിന്റെ പേര് പോലും നമുക്കറിയാം. ഒന്ന്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പേര് നൽകി എന്നുള്ളത് തന്നെ ആ മൃഗത്തിന് റസൂലുള്ളാഹി നൽകിയ ആദരവാണ് കാണിക്കുന്നത്. നേരത്തെ ജീവികളുമായിട്ടുള്ള ബന്ധപ്പെട്ട ആ വിഷയത്തിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. മറ്റുള്ള ഇതര ജീവജാലങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഇടപഴക്കം, സുബ്ഹാനല്ലാഹ്. അത് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമതായിട്ട്, ഇനി നമ്മളുമായിട്ട് ചേർത്ത് വെക്കുന്ന സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരാൾ എന്തിനാണ് ഒട്ടകത്തിന്റെ പേരെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, അതിലെന്താണ് ഇത്ര കാര്യമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായിട്ട് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരാൾ അത് അറിയാൻ ശ്രമിക്കും എന്നുള്ള. കാരണം നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ട പല ആളുകൾക്കും പ്രിയപ്പെട്ട ചലച്ചിത്ര താരങ്ങൾ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങൾ, അവരുടെ വാഹനത്തെ സംബന്ധിച്ച് എത്ര കൃത്യമായിട്ട് പല ആളുകൾക്ക് അറിയാം. അദ്ദേഹം ഉപയോഗിക്കുന്ന ആ കാറിന്റെ മോഡല്, അത് എത്രാമത്തെ കാറാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ നമ്പർ പ്ലേറ്റ് പോലും പല ആളുകളും മനപ്പാടാക്കി വെച്ചിരിക്കുകയാണ്. ആ കാറിനോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് അയാളോടുള്ള ആ സ്നേഹം കാരണം അതറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും വിശ്വാസികളായിട്ടുള്ള അതേ വികാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വന്തം ജീവനേക്കാൾ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആ ഒരു ഡീറ്റെയിൽ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ആ ഒരു ചെറിയ ആ വിവരം പോലും അറിയാൻ നമ്മൾ അതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ആ റസൂലുള്ളാഹിന്റെ ഒട്ടകം ആ ഖസ്വ മുന്നോട്ട് നീങ്ങുന്ന സന്ദർഭത്തിൽ മദീനയിലുള്ള ഓരോ മദീന നിവാസികളും ഓരോ ഗോത്രക്കാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ അതിഥിയായെങ്കിൽ എന്ന് ഓരോ ഗോത്രക്കാരും ആഗ്രഹിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മദീനയുടെ ഭൂമിശാസ്ത്രം ഓരോ ആളുകൾക്ക് ഓരോ ഗോത്രക്കാർക്ക് ഓരോ ഏരിയയാണ്. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഗോത്രക്കാരുടെ ഏരിയയിലൂടെ ബനു സാലിം, ബനു ഹാരിസ, ഇതേ രൂപത്തിലുള്ള നിരവധി ഗോത്രക്കാരുടെ മുമ്പിലൂടെ പോകുന്ന സന്ദർഭത്തിലും ഓരോ ആളുകളും ഒട്ടകത്തിന്റെ ആ കയറ് പിടിച്ച് ഹക്കിം ഇൻദനായ റസൂലുള്ളാഹ് അല്ലെങ്കിൽ ഹലുമ്മ ഇലൈന, ഓ പ്രവാചകരെ ഞങ്ങളിലേക്ക് വരൂ അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ് ഓരോ ഗോത്രക്കാരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പല ആളുകളും ഒട്ടകത്തിന്റെ ആ മൂക്കയറ് പിടിച്ച് അവരുടെ ഗോത്രത്തിന്റെ ഭാഗത്തേക്ക് വിളിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഖല്ലു സബീലഹ ഫഇന്നഹ മഅ്മൂറ, ആ ഒട്ടകത്തെ നിങ്ങൾ വിട്ടേക്കുക, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, അള്ളാഹിന്റെ ആജ്ഞ അനുസരിച്ചാണ് അത് സഞ്ചരിക്കുന്നത്, അതിന് അള്ളാഹിന്റെ നിർദ്ദേശമുണ്ട്, അത് എവിടെ നിൽക്കുന്നോ അവിടെ ഞാൻ താമസിക്കും. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. നേരത്തെ ആനക്കലഹ സംഭവത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആന പ്രത്യേക സ്ഥലത്ത് എത്തിയ സന്ദർഭത്തിൽ അവിടെ നിന്നു. അതേപോലെ തന്നെ നമുക്കറിയാം, മുന്നോട്ടുള്ള ചരിത്രത്തിലും ഹുദൈബിയയുടെ ചരിത്രത്തിലും സമാനമായിട്ടുള്ള സംഭവങ്ങൾ കാണാൻ സാധിക്കും. അതിലുള്ളൊരു യുക്തി എന്താണ്? ചിന്തിച്ചു നോക്കുക. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഗോത്രത്തെ തിരഞ്ഞെടുക്കാതെ ഇതേ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കാനുള്ള കാരണം? അതിലുള്ള യുക്തി മനോഹരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമതായിട്ട്, മദീനക്കാർ അത്രയേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഓരോ ഗോത്ര നേതാക്കളും റസൂലുള്ളാഹി തങ്ങളുടെ അതിഥിയായെങ്കിലെന്ന് കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അത്രയേറെ ഓരോ ആളുകൾ ആഗ്രഹിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ റസൂലുള്ളാഹി ഏതെങ്കിലും ഒരു ഗോത്രത്തെ സ്വയം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും മറ്റുള്ള ഗോത്രക്കാർക്ക് ഒരു മാനസിക പ്രയാസം ഉണ്ടാക്കും. കാരണം ആ ഗോത്ര ചിന്തയിൽ നിന്നെല്ലാം അവർ സംസ്കരിച്ച് വരുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ബുആസ് യുദ്ധം കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആ ബുആസ് യുദ്ധം കഴിഞ്ഞ് അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടേ ഉള്ളൂ. ഇനിയും 10 വർഷം മുന്നോട്ട് കിടക്കുകയാണ്. ആ ഒരു 10 വർഷത്തിലൂടെ സംസ്കരിച്ചാണ് അവരുടെ ഏറ്റവും ഉത്തമ സമൂഹമാക്കി മാറ്റുന്നത്. അപ്പോൾ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ആ പഴയ ജാഹിലിയത്തിന്റെ ഒരു ചെറു കണിക ആരെങ്കിലും മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് മുതലെടുത്ത് പിശാച് പല രൂപത്തിലും അവരെ ചിന്തിപ്പിച്ചേക്കാം. സ്വാഭാവികമായിട്ടും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കപ്പെട്ടതായാൽ അല്ലെങ്കിൽ ഇതേ രൂപത്തിൽ അത് ഈ രൂപത്തിലാകുന്ന സന്ദർഭത്തിൽ ഒരാൾക്കും അത്തരത്തിലൊരു ചിന്തക്ക് അവിടെ അവസരം നൽകുന്നില്ല എന്നുള്ള സുബ്ഹാനല്ലാഹ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വയം ഇഷ്ടപ്രകാരമല്ല തിരഞ്ഞെടുക്കുന്നത്. ആ ഒട്ടകം മുന്നോട്ട് നീങ്ങാണ്. ഓരോ ആളുകളും ആവേശത്തോടുകൂടെ അത് ഞങ്ങളുടെ ഭാഗത്തേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. അവർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ അത്തരത്തിൽ റസൂലുള്ളാഹിന്റെ ഒട്ടകം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വെച്ചുകൊണ്ട് ഒരാൾ വളരെ മോശമായിട്ടുള്ള പ്രതികരണം നടത്തിയെന്നും ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ആ വ്യക്തി ഖസ്റജ് ഗോത്രക്കാരനായിരുന്ന അബ്ദുല്ലാഹിബിന് ഉബയ്യബിന് സുലൂൽ ലഅനഹുല്ല, അദ്ദേഹം മോശമായിട്ട് ഏതെങ്കിലും വിളിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് പോയാൽ പോരെ, ഇതേ രൂപത്തിൽ വളരെ മോശമായിട്ടൊരു കമന്റ് അദ്ദേഹം നടത്തി എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീട് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിക്ക് കാരണം പറഞ്ഞു കൊടുത്തു. കാരണമായിട്ട് പറഞ്ഞത് ഈ വ്യക്തി, അതായത് ആ മോശം പ്രതികരിച്ച വ്യക്തി, അദ്ദേഹം ബുആത്ത് യുദ്ധത്തിന് ശേഷം മദീനക്കാരൊന്നടങ്കം നേതാവായിട്ട് തിരഞ്ഞെടുക്കാനിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം നേതാവാകുമെന്നെല്ലാം പ്രതീക്ഷിക്കുന്ന ആ സന്ദർഭത്തിലാണ് ഹിജറ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ഞാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയേക്കാൾ നേതാവാകാൻ കൊള്ളുന്നവൻ, അന ഖൈറുമിൻ, നേരത്തെ പറഞ്ഞ അതേ വൈറസ്, ആ ഒരു ചിന്തയാണ് അദ്ദേഹത്തിന് ഈ രൂപത്തിൽ പ്രതികരിക്കാനും ഇനി മുന്നോട്ടുള്ള സീറയിൽ വളരെ മോശം നിരവധി നിലപാടുകൾ സ്വീകരിക്കാനെല്ലാം അദ്ദേഹത്തെ പ്രാപ്തമാക്കുന്നത്. മുസ്ലിങ്ങൾ, അതായത് ജൂതന്മാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഇനി ജൂതന്മാരെ കൂടെ തന്നെ മുസ്ലിങ്ങളുടെ കൂടെ നിന്ന് മുസ്ലിങ്ങൾക്കെതിരെ പരോക്ഷമായിട്ട് നിരവധി നീക്കങ്ങൾ നടത്തുന്ന മുനാഫിക്കുകൾ എന്നുള്ള ഒരു പുതിയ വിഭാഗം മദീനൻ സീറയിൽ കാണാൻ സാധിക്കും. ആ മുനാഫിക്കുകളുടെ നേതാവ് റഈസുൽ മുനാഫിഖീൻ, അതാണ് ഈ പറയപ്പെട്ട വ്യക്തി അബ്ദുല്ലാഹിബിൻ ഉബയ്യബിൻ സുലൂൽ ലഅനഹുല്ല. അദ്ദേഹത്തെ സംബന്ധിച്ചും നമ്മൾ മുന്നോട്ടുള്ള സീറയിൽ കാണുമെന്നുള്ള. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒട്ടകം മുന്നോട്ട് നീങ്ങി ഓരോ ആളുകളും ആ ഒട്ടകം തങ്ങളുടെ ആ പ്രവിശ്യ പിന്നിടുന്ന സന്ദർഭത്തിൽ അവർ നിരാശയോടുകൂടെ നോക്കി നിന്നു. മുന്നിലുള്ള ആളുകൾ തങ്ങളിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഒട്ടകത്തെ അവർ നോക്കി നിൽക്കുകയാണ്. അവസാനം ആ ഒട്ടകം മുന്നോട്ട് നീങ്ങി അവിടെ ഒരു ഒഴിഞ്ഞ പറമ്പിൽ പോയിട്ട് ആ ഒട്ടകം അവിടെ മുട്ടുകുത്തി എന്നുള്ള. ഒട്ടകം ഇരുന്നതോടുകൂടെ ആളുകൾ മുഴുവൻ ഉറക്കെ അവർ തക്ബീർ മുഴക്കി. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അതായത് ആ പ്രദേശത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇറങ്ങുകയാണ്. അത് ഏതായിരുന്നു പ്രദേശം, എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത്, പിന്നീടുള്ള മനോഹരമായിട്ടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗത്ത് വിശദമായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തെ അടുത്തറിയാനും ആ ജീവിതം മനസ്സിലാക്കി റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ കഴിയുന്നത്ര ജീവിതത്തിൽ പുലർത്തി നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോടൊപ്പവും അനുയായികളോടൊപ്പവും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.